ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷ്രീവ് എന്ന നാടകത്തിന് കലഹിനി ദമനകം എന്ന പരിഭാഷ തയ്യാറാക്കിയത് വാസന്തിക സ്വപ്നം എന്നുള്ളതാണ്. 1905 അതാരാണ് പരിഭാഷപ്പെടുത്തിയത്? ചുനക്കര ഉണ്ണികൃഷ്ണ വാര്യരാണ്. പഞ്ചാമൃത കൊച്ചമ്മ ആരതാണ്? CV-യുടെ പ്രഹസനമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അതിനകത്ത് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. പാപി ചെല്ലണം പാതാളം ഇതാണ് പാപി ചെല്ലണം പാതാളം എന്നാണ് 1918 ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഖിൽ. HSST മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, നമ്മൾ കുട്ടികളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലയളവിലുണ്ടായിരുന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ പരിശോധിക്കുമ്പോൾ നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിശോധിച്ച് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമുക്കറിയാം, നാടക സാഹിത്യവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എന്താണ് ആദ്യകാല മലയാള നാടകങ്ങൾ, സാമൂഹിക നാടകങ്ങൾ, പ്രഹസനങ്ങൾ, പ്രശ്ന നാടകങ്ങൾ, ആധുനിക നാടകങ്ങൾ, തനതു നാടകവേദി. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് HSST മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ട് സിലബസ് പരിശോധിക്കുമ്പോൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഒന്നുകൂടെ നോക്കി. ആദ്യകാല മലയാള നാടകങ്ങൾ, സാമൂഹിക നാടകങ്ങൾ, പ്രഹസനങ്ങൾ, പ്രശ്ന നാടകങ്ങൾ, ആധുനിക നാടകങ്ങൾ, തനതു നാടകവേദി. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് നാടകവുമായി ബന്ധപ്പെട്ട് HSST പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി. കർട്ടൻ എന്ന പഠന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. നോക്കി, കർട്ടൻ എന്ന നാടക പഠന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ NR ഗ്രാമപ്രകാശ്, ഓപ്ഷൻ ബി വരുന്നത് NN പിള്ള, അടുത്ത് നോക്കൂ ഓപ്ഷൻ സി G ഗംഗാധരൻ നായർ, ഓപ്ഷൻ ഡി വരുന്നത് വയല വാസുദേവൻ പിള്ള. നമുക്ക് ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ഓപ്ഷൻ എ വരുന്നത് NR ഗ്രാമപ്രകാശാണ്, ബി വരുന്നത് NN പിള്ളയാണ്, സി നോക്കൂ G ഗംഗാധരൻ നായറാണ്, ഡി എന്ന് പറയുന്നത് വയല വാസുദേവൻ പിള്ളയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാണ് നമുക്ക് നോക്കിയാലോ? NN പിള്ളയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി നോക്കിയേ. കർട്ടൻ എന്ന നാടക പഠന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് NN പിള്ളയാണ്. ഇനി നോക്കൂ, നാടക ദർപ്പണം NN പിള്ളയുടേതാണ് നാടക ദർപ്പണം എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, നാടകം വേണോ നാടകം എന്ന് പറയുന്നതും NN പിള്ളയുടെ കൃതിയാണ്. അടുത്ത് നോക്കൂ, പ്രത്യയശാസ്ത്രവും നാടകവും എന്ന് പറയുന്ന ഗ്രന്ഥം NR ഗ്രാമപ്രകാശിൻ്റെതാണ്. അടുത്ത് നോക്കൂ, മലയാള നാടകം 100 വർഷങ്ങൾ G ഗംഗാധരൻ നായരുടേതാണ്. മലയാള നാടകം 100 വർഷങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥം. അടുത്ത ഗ്രന്ഥം നോക്കാം, വയല വാസുദേവൻ പിള്ളയുടെ രംഗഭാഷയാണ്. എന്താണ്? വയല വാസുദേവൻ പിള്ളയുടെ രംഗഭാഷ എന്ന് പറയുന്ന നാടക പഠന ഗ്രന്ഥമുണ്ട്. അടുത്ത് നോക്കാം, സൂത്രധാര ഏതിലെ വയല വാസുദേവൻ പിള്ളയുടെ തന്നെ മറ്റൊരു നാടകഗ്രന്ഥമാണ് സൂത്രധാര. ഏതിലെ എന്ന് പറയുന്നതും അദ്ദേഹത്തിൻ്റെ നാടകഗ്രന്ഥമാണ്. അടുത്ത് നോക്കൂ, നാടക ചിന്തകൾ. എന്താണ്? നാടക ചിന്തകൾ N കൃഷ്ണപിള്ളയുടേതാണ്. അതാണ് നാടക ചിന്തകൾ എന്ന് പറയുന്നത് ആരെഴുതിയതാണ്? N കൃഷ്ണപിള്ള രചിച്ചിട്ടുള്ളതാണ്. നോക്കൂ, അടുത്തൊരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷ്രീവ് എന്ന നാടകത്തിന് കലഹിനി ദമനകം എന്ന പരിഭാഷ തയ്യാറാക്കിയത്. ചോദ്യം എന്താണെന്ന് നോക്കൂ. ഷേക്സ്പിയറുടെ ടേമിംഗ് ഓഫ് ദ ഷ്രീവ് എന്ന നാടകത്തിന് കലഹിനി ദമനകം, എന്താണ്? കലഹിനി ദമനകം എന്ന പരിഭാഷ തയ്യാറാക്കിയത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കി. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഓപ്ഷൻ എ വരുന്നത്. ഓപ്ഷൻ ബി നോക്കൂ, ചുനക്കര ഉണ്ണികൃഷ്ണ വാര്യറാണ്. അടുത്ത് ഓപ്ഷൻ സി നോക്കിയാൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാണ് ഓപ്ഷൻ സി വരുന്നത്. ഇനി ഓപ്ഷൻ ഡി നോക്കി, ദിവാൻ ബഹദൂർ എ ഗോവിന്ദപിള്ളയാണ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നോക്കിയാൽ നമ്മൾ ഉത്തരത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക. ഒന്നുകൂടെ ഓപ്ഷൻസ് നോക്കാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ഓപ്ഷൻ എ വരുന്നു. ഓപ്ഷൻ ബി എന്താണ്? ചുനക്കര കൃഷ്ണവാര്യർ. അടുത്തത് നോക്കൂ, ഓപ്ഷൻ സി വരുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അടുത്തത് എന്താണ്? ദിവാൻ ബഹദൂർ എ ഗോവിന്ദപിള്ളയാണ്. നമുക്ക് ഉത്തരത്തിലേക്ക് പോവാം. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് എന്താണ് ഷേക്സ്പിയറുടെ ടൈമിംഗ് ഓഫ് ദ ഷ്രീവ് എന്ന നാടകത്തിന് എന്താണ് കലഹിനി ദമനകം. ഓക്കെ, കലഹിനി ദമനകം എന്ന പരിഭാഷ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഷേക്സ്പിയറുടെ ദ മർച്ചന്റ് ഓഫ് വെനീസിന് പോർഷ്യ വിവാഹം എന്താണ്? ഷേക്സ്പിയറുടെ ദ മർച്ചന്റ് ഓഫ് വെനീസിന്
പോർഷ്യ വിവാഹം എന്ന തർജ്ജമ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പകരാമൻ വേലായുധനാണ്. എന്നാണ് ഷേക്സ്പിയറുടെ മർച്ചന്റ് ഓഫ് വെനീസിന് പോർഷ്യ വിവാഹം എന്ന തർജ്ജമ തയ്യാറാക്കിയത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെമ്പകരാമൻ വേലായുധനാണ്. എന്നാണ് 1888 അത് ആട്ടക്കഥാരൂപത്തിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. എന്നാണ് ഷേക്സ്പിയറുടെ ദ മർച്ചന്റ് ഓഫ് വെനീസിന് പോർഷ്യ വിവാഹം എന്ന തർജ്ജമ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ചെമ്പകരാമൻ വേലായുധനാണ്. 1888 അത് ഏത് നിലയിലാണ്? ആട്ടക്കഥാരൂപത്തിലാണ് അത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഷേക്സ്പിയറുടെ നാടകങ്ങളുടെ ചില പരിഭാഷകൾ നമുക്ക് പരിശോധിച്ചു പോവാം. എന്താണ്? ടെമ്പസ്റ്റ്, അത് സുനന്ദ സരസ വീരം എന്നുള്ളതാണ്, അഥവാ കൊടുങ്കാറ്റ്. എന്താണ് ടെമ്പസ്റ്റ് എന്ന് പറയുന്നത്? സുനന്ദ സരസവീരം അഥവാ കൊടുങ്കാറ്റ് എന്നുള്ളതാണ്. അതാരാണ് പരിഭാഷപ്പെടുത്തിയത്? ഡി ഗോവിന്ദൻ ഇളയിടമാണ്. എന്നാണ് 1894. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ടെമ്പസ്റ്റ് എന്ന് പറയുന്ന നാടകം അത് പരിഭാഷപ്പെടുത്തിയ ഏത് നിലയിലാണ്? സുനന്ദ സരസവീരം അഥവാ കൊടുങ്കാറ്റ്. തയ്യാറാക്കിയതാരാണ്? ഡി ഗോവിന്ദൻ ഇളയിടമാണ്. 1894 അത് തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തത് നോക്കും. അടുത്ത ഷേക്സ്പിയറുടെ നാടകത്തിന്റെ മറ്റ് ഒരു പരിഭാഷപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു നാടകം നമുക്ക് നോക്കാം. എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീംസ് എന്നാണ്. എ മിഡ് സമ്മർ നൈറ്റ് ഡ്രീംസ് എന്നുള്ളതാണ്. എന്താണ്? വാസന്തിക സ്വപ്നം എന്നാണ്. എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീംസ് എന്ന് പറയുന്നത് വാസന്തിക സ്വപ്നം എന്നുള്ളതാണ്. 1905 അതാരാണ് പരിഭാഷപ്പെടുത്തിയത്? ചുനക്കര ഉണ്ണികൃഷ്ണ വാര്യരാണ്. അപ്പോൾ ചുനക്കര ഉണ്ണികൃഷ്ണ വാര്യർ എ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീംസ് എന്ന് പറയുന്നത് വാസന്തിക സ്വപ്നം എന്നുള്ള നിലയിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. 1905 ഇനി അടുത്ത് നോക്കിയേ, ഹാംലെറ്റ്. 1897 ഹാംലെറ്റ് ഉണ്ട്. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിയേ, ഹാംലെറ്റ് ഉണ്ട്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് അത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് കിങ് ലിയർ ആണ്. അടുത്തത് എന്താണ്? കിങ് ലിയർ ആണ്. അത് ദിവാൻ ബഹദൂർ എ ഗോവിന്ദപിള്ളയാണ്. അതാണ് കിങ് ലിയർ. അത് ദിവാൻ ബഹദൂർ ഗോവിന്ദപിള്ളയാണത് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. കല്യാണി നാടകം രചിച്ചതാര്? എന്താണ്? കല്യാണി നാടകം രചിച്ചതാര് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ വരുന്നത് ജി ഗംഗാധരൻ നായരാണ്. ബി വരുന്നത് കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ്. ഓപ്ഷൻ ബി ഏതാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ് ബി വരുന്നത്. അടുത്ത സി നോക്കൂ, വയല വാസുദേവൻ പിള്ളയാണ്. ഓപ്ഷൻ സി വരുന്നത് വയല വാസുദേവൻ പിള്ളയാണ്. അടുത്ത ഡി എൻ കൃഷ്ണപിള്ളയാണ്. അപ്പോൾ ചോദ്യം എന്താണ്? കല്യാണി നാടകം രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് ഒന്നുകൂടെ നോക്കാം. ജി ഗംഗാധരൻ നായർ, കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാൻ, വയല വാസുദേവൻ പിള്ള, എൻ കൃഷ്ണപിള്ള. അപ്പോൾ ഉത്തരം എന്താണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. കല്യാണി നാടകം രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണി തമ്പുരാനാണ് കല്യാണി നാടകം രചിച്ചത്. ഇനി കല്യാണി നാടകം കേരളീയ അന്തരീക്ഷത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ മലയാള നാടകം കൂടിയാണ്. ഓക്കെ, എന്നാണ് 1889 രചിക്കപ്പെട്ടിട്ടുള്ള കല്യാണി നാടകം എന്ന് പറയുന്നത് കേരളീയ അന്തരീക്ഷത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാള നാടകമാണ്. ഓക്കെ, എന്താണ്? കേരളീയ അന്തരീക്ഷത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ മലയാള നാടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് കല്യാണി നാടകമാണ്. എന്നാണ് 1889. ഓക്കെ, ഇനി പഞ്ചാമൃത കൊച്ചമ്മ CV-യുടെ ഏത് പ്രഹസനത്തിലെ കഥാപാത്രമാണ്? മറ്റൊരു ചോദ്യമാണ് കേട്ടോ. നോക്കൂ, പഞ്ചാമൃത കൊച്ചമ്മ എന്താണ്? പഞ്ചാമൃത കൊച്ചമ്മ ആടതാണ് CV-യുടെ ഏത് പ്രഹസനത്തിലെ എന്താണ്? ഏത് പ്രഹസനത്തിലെ കഥാപാത്രമാണ് എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഓപ്ഷൻസ് നോക്കി. കുറുപ്പില്ല കളരി. ഓപ്ഷൻ ബി വരുന്നത് പണ്ടത്തെ പാച്ചൻ. ഓപ്ഷൻ സി എന്താണ്? കൈമളശ്ശൻ്റെ കടശിക്കളി. അടുത്തത് ഓപ്ഷൻ ഡി ചെറുതേൻ കൊളംബസ്. എന്താണ്? ചെറുതേൻ കൊളംബസ് എന്നുള്ളതാണ്. അപ്പോൾ പഞ്ചാമൃത കൊച്ചമ്മ CV-യുടെ ഏത് പ്രഹസനത്തിലെ കഥാപാത്രമാണ്? ഈ ചോദ്യത്തിൽ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് അല്ലേ? എന്താണ്? പഞ്ചാമൃത കൊച്ചമ്മ ആരതാണ്? CV-യുടെ പ്രഹസനമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് അതിനകത്ത് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്ഷൻ എ വരുന്നത് കുറുപ്പില്ല കളരിയാണ്. ഓപ്ഷൻ ബി പണ്ടത്തെ പാച്ചനാണ്. ഓപ്ഷൻ സി വരുന്നത് കൈമളശ്ശൻ്റെ കടശിക്കളി. ഓപ്ഷൻ ഡി എന്താണ്? ചെറുതേൻ കൊളംബസ് ആണ്. ഉത്തരം വരുന്നത് കുറുപ്പില്ല കളരിയാണ്. ഓക്കെ, പഞ്ചാമൃത കൊച്ചമ്മ CV-യുടെ ഏത് പ്രഹസനത്തിൻ്റെ കഥാപാത്രമാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം വരുന്നത് കുറുപ്പില്ല കളരിയാണ്. ഓക്കെ, ഇനി CV-യുടെ മറ്റ് പ്രഹസനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. എന്തൊക്കെയാണ് CV-യുടെ മറ്റ് പ്രഹസനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി പോവാം. ചന്ദ്രമുഖി വിലാസം, മത്തവിലാസം. എന്നാണ് ചന്ദ്രമുഖി വിലാസം 1982
അടുത്തത് മത്തവിലാസം 1893 പക്ഷേ ഇത് രണ്ടും അച്ചടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ രണ്ടിൻ്റെയും ലിഖിത രൂപങ്ങൾ ഇത് ലഭ്യമല്ല എന്നുള്ളതുകൂടെ നമ്മൾ ഓർത്തിരിക്കുക. ഏതാണ് CV-യുടെ മറ്റ് പ്രഹസനങ്ങൾ പരിശോധിക്കുന്നതിൽ ചന്ദ്രമുഖി വിലാസവും മത്തവിലാസവും 1982 1893 രചിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയുന്നു. പക്ഷേ അത് അച്ചടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും രണ്ടിൻ്റെ ലിഖിതങ്ങൾ ഇന്ന് ലഭ്യമല്ല എന്നുള്ളതുകൂടെ മനസ്സിലാക്കിയിരിക്കുക. അടുത്ത നോക്കിയേ, തെന്തനാംകോട് ഹരിശ്ചന്ദ്രൻ 1913 രചിക്കപ്പെട്ടിട്ടുള്ള CV-യുടെ മറ്റൊരു പ്രഹസനമാണ്. എന്താണ് തെന്തനാംകോട് ഹരിശ്ചന്ദ്രൻ എന്ന് പറയുന്നു. ഇനി നോക്കിയേ, ബട്ട്ലർ പപ്പൻ. എന്താണ് ബട്ട്ലർ പപ്പൻ 1921 രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി മറ്റൊന്ന് നോക്കൂ, കൈമളശ്ശൻ്റെ കടശിക്കളി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു ഓപ്ഷൻസിനകത്ത് വന്നിട്ടുള്ളതാണ് അല്ലേ. കൈമളശ്ശൻ്റെ കടശിക്കൈ എന്ന് പറയുന്നത് 1914. ഡോക്ടർക്ക് കിട്ടിയ മിച്ചം 1916. എന്താണ് ഡോക്ടർക്ക് കിട്ടിയ മിച്ചം എന്ന് പറയുന്നത് 1916 രചിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ചെറുതേൻ കൊളംബസ് കഴിഞ്ഞൊരു ഓപ്ഷനകത്ത് വന്നിട്ടുള്ളതാണ്. എന്താണ് ചെറുതേൻ കൊളംബസ് 1917 രചിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കൂ, പണ്ടത്തെ പാച്ചൻ 1917 രചിക്കപ്പെട്ടിട്ടുള്ളതാണ് പണ്ടത്തെ പാച്ചൻ എന്ന് പറയുന്നത്. ഇനി പാപി ചെല്ലണം പാതാളം. എന്താണ് പാപി ചെല്ലണം പാതാളം എന്നാണ് 1918. ഇനി കുറുപ്പിൻ്റെ തിരുപ്പ് 1919. നമ്മളിത് വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. കൈമളശ്ശൻ്റെ കടശിക്കൈ എന്ന് പറയുന്നത് 1914. ഡോക്ടർക്ക് കിട്ടിയ മിച്ചം 1916. ചെറുതേൻ കൊളംബസ് എന്ന് പറയുന്നത് 1917. പണ്ടത്തെ പാച്ചൻ 17. പാപി ചെല്ലണം പാതാളം അതും 1918. പിന്നെന്താണ് കുറുപ്പിൻ്റെ തിരുപ്പ് 1919. അപ്പോൾ HSST മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. കൃത്യമായ ഒരു തയ്യാറെടുപ്പിലൂടെ പരീക്ഷയെ സമീപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായി റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കറിയാം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ അടുത്ത ഒരു ബാച്ച് HSSTയുടെ അടുത്തൊരു ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്കറിയാം HSST മലയാളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ കോഴ്സിനകത്ത്, അതായത് നമുക്ക് തരുന്ന കോഴ്സിനകത്ത് ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, ഡിസ്കഷൻസ് ഉണ്ടാവും, ഓരോ ആളുകൾക്കും മെൻറ്റർഷിപ്പ്, അതായത് ഓരോ വിദ്യാർത്ഥികൾക്കും മെൻറ്റർ ചെയ്യാനായിട്ട് ഒരു മെൻറ്റർ ഉണ്ടാവും. അത്തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് നമ്മുടെ ഈ കോഴ്സിനകത്ത് ഉണ്ടാവും. NN കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം, ചോദ്യം നോക്കി, NN കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ഏത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻസ് നോക്കിയേ, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം. ഇതാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നുള്ളതാണ് ഓപ്ഷൻ A വരുന്നത്. ഓപ്ഷൻ B നോക്കിക്കേ, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. നമുക്കൊക്കെ പരിചിതമായിട്ടുള്ളൊരു പേരാണ് അല്ലേ. എന്താണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ചോദ്യം നോക്കൂ, N കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ A പറയുന്നത് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം എന്നുള്ളതാണ്. അടുത്ത് നോക്കൂ, ഓപ്ഷൻ B അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അത് N കൃഷ്ണപിള്ളയുടെ ആണോ? അല്ല. അപ്പോൾ അടുത്ത് നോക്കിയേ, ഓപ്ഷൻ C ഋതുമതി. ഓപ്ഷൻ C എന്താണ്? ഋതുമതിയാണ്. അടുത്ത ഓപ്ഷൻ D നോക്കിക്കേ, ഭഗ്നഭവനമാണ്. എന്താണ്? ഭഗ്നഭവനമാണ് ഓപ്ഷൻ D ആയിട്ട് വരുന്നത്. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി നോക്കാം, N കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, ഋതുമതി, ഭഗ്നഭവനം. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? ഭഗ്നഭവനമാണ്. ഓക്കെ, N കൃഷ്ണപിള്ളയുടെ ആദ്യ നാടകം ഏതാണ്? ഭഗ്നഭവനമാണ്. ഇനി N കൃഷ്ണപിള്ളയുടെ മറ്റ് നാടകങ്ങളൂടെ നമുക്കൊന്ന് പരിശോധിച്ചാലോ. എന്താണ് N കൃഷ്ണപിള്ളയുടെ മറ്റു നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കന്യക 1944 രചിക്കപ്പെട്ടിട്ടുള്ള നാടകമാണ് കന്യക എന്ന് പറയുന്നത്. ഇനി ബലാബലം, അത് ഏത് വർഷമാണ്? 1945 ബലാബലം എന്ന് പറയുന്ന നാടകം N കൃഷ്ണപിള്ള രചിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കൂ, അനുരഞ്ജനം, അത് 1950 അനുരഞ്ജനം. ഇനി 53 നോക്കൂ, മുടക്കുമുതൽ. എന്താണ്? മുടക്കുമുതൽ 1953 രചിക്കപ്പെട്ടതാണ്. ഇനി മറ്റുള്ള നാടകം നോക്കൂ, അഴിമുഖത്തേക്ക്. എന്താണ്? അഴിമുഖത്തേക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു നാടകമാണ്. അത് 1955 രചിക്കപ്പെട്ടിട്ടുള്ളത്. അടുത്തില്ലേ, കൂടത്തിലെ വിളക്ക് എന്ന് പറയുന്ന 1972 അടുത്ത് നോക്കൂ, മരുപ്പച്ച എന്നാണ് 1972 രചിക്കപ്പെട്ടിട്ടുള്ള മരുപ്പച്ച. ഇനി നോക്കൂ, N കൃഷ്ണപിള്ളയുടെ രാമായണ നാടകം ഏതാണ്? ചെങ്കോലും മരവുരിയും. N കൃഷ്ണപിള്ളയുടെ രാമായണ നാടകം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്?
ചെങ്കോലും മരവുരിയുമാണ്. അതെന്നാണ് രചിക്കപ്പെട്ടത്? 1956 എൻ കൃഷ്ണപിള്ളയുടെ രാമായണ നാടകമായിട്ടുള്ള എന്താണ് ചെങ്കോലും മരവുരിയും രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മലയാള നാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് HSST മലയാളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഇനി മലയാളവുമായി ബന്ധപ്പെട്ട് HSST മലയാളം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ ഇനി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.